ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ അത് കർക്കിടക മാസമൊക്കെ എത്താനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നേ തന്നെ ആയിട്ട് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം അല്ലേ? കർക്കിടകത്തിൽ മരുന്നുണ്ടാക്കിയത് നമ്മൾ മക്കൾക്കൊന്നും കൊടുക്കില്ലല്ലോ. ചില മരുന്നുകളൊന്നും മക്കൾക്ക് കൊടുക്കാൻ പറ്റാത്തതുണ്ടാവും. അപ്പോൾ ഇന്ന് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അതിനായിട്ട് ഞാൻ മട്ടാവിലാണ് എടുത്തേക്കുന്നത്. മട്ടാവിലിൽ കുറേ ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഇതാ കുറച്ച് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വെള്ള എള്ള് എടുത്തിട്ടുണ്ട്, കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. കറുത്ത എള്ളാണ് കൂടുതൽ വേണ്ടത്. അപ്പം ഞാൻ കുറച്ച് കളറും കൂടി ആയിക്കോട്ടെ അടിച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് കറുത്ത മുന്തിരിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എത്രത്തോളം ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അളവുകളൊന്നുമില്ല. അവിൽ കുറച്ചധികം വേണം എന്നുള്ളൂ. പിന്നെ വെള്ളാവിൽ വേണ്ട, നമുക്ക് മട്ടാവിൽ തന്നെ വേണം. അതിലാണ് കുറച്ചധികം ഗുണങ്ങളുള്ളത്. പിന്നെ ശർക്കരയാണ് എടുത്തേക്കുന്നത്. ശർക്കരയ്ക്ക് പകരം നമ്മുടെ കയ്യിൽ പനഞ്ചക്കര ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ പനഞ്ചക്കര ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ശർക്കര എടുത്തേക്കുന്നത്. പനഞ്ചക്കര ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി നമുക്ക് മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിലത്തെ വെള്ള എള്ള് ഞാൻ മുന്നേ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ കറുത്ത എള്ള് ഇപ്പോൾ ഞാൻ മേടിച്ചതാണ്. അപ്പോൾ അത് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ മഴയൊക്കെ ഉള്ള കാരണം കഴുകിയാൽ അങ്ങോട്ട് ഉണങ്ങി കിട്ടില്ലല്ലോ. അപ്പോൾ ആ മുന്തിരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് അവർ കുറേ മരുന്നുകളൊക്കെ അടിച്ചിട്ട് വരുന്നതാണല്ലോ. പിന്നെ അങ്ങനെ ഉണക്കിയെടുക്കുമ്പോൾ നമുക്ക് അതിൽ എത്ര കഴുകിയാലും അങ്ങോട്ട് ഒരു തൃപ്തിയാവാത്ത പോലെ. അപ്പം ചെറിയ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലാസ്റ്റ് ഒന്ന് കഴുകിയെടുക്കും കേട്ടോ. നല്ല തിളച്ച വെള്ളമല്ല, ചെറിയൊരു ഇളം ചൂടുള്ള വെള്ളം കൂടി അതാകുമ്പോൾ കഴുകിയെടുത്താലും സമാധാനമാണ്. അപ്പം പിന്നെ നമ്മൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടാകുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ രാത്രിയാകുമ്പോൾ വെള്ളത്തിലിട്ട് വെക്കാറുള്ളത്. ഇനി ഇതാ എള്ളും കൂടി ഒന്ന് കഴുകിയെടുക്കുക. എള്ള് കഴുകാൻ കുറച്ച് പാടാണ്. നമുക്ക് അരിപ്പ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ, അരിപ്പ പാത്രമല്ല അരിപ്പ ഉണ്ടെങ്കിൽ അതിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ അരിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ആ വെള്ളമൊക്കെ പോയി കിട്ടും. ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതാ 4 ശർക്കരയാണ് എടുത്തേക്കുന്നത്. വലിയ മധുരം വേണ്ട, അത് അധികം മധുരം വേണമെങ്കിൽ ഒരച്ചും കൂടി ഇട്ടോളൂ കേട്ടോ. അപ്പോൾ എനിക്കിവിടെ അത്ര അധികം മധുരമൊന്നും വേണ്ട. പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചാൽ 2 ദിവസത്തിലും കൂടുതലൊന്നും പുറത്തിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. നമ്മൾ അധിക ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണതല്ലല്ലോ. പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുക. അപ്പോൾ അതാ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ചില സാധനങ്ങളൊക്കെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഒന്നും കൂടി ഗുണങ്ങൾ കൂടുമെന്നല്ലേ പറയുക. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ. ആ ചട്ടി ഒന്ന് ചൂടായി വേണ്ട, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പെട്ടെന്ന് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എള്ളും ആയി വരുന്നുണ്ട്. എള്ളിങ്ങനെ ചെറുതായിട്ടൊരു പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ കോരിയെടുക്കാം കേട്ടോ. കരിയാൻ നിൽക്കണ്ട. അപ്പോൾ ഞാൻ എള്ളും കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ വെള്ള എള്ളും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ള എള്ളൊക്കെ നമുക്ക് പെട്ടെന്നായി കിട്ടും. നമ്മൾ ആദ്യം കഴുകി ഉണക്കി വെച്ചതല്ലേ. അപ്പോൾ അത് കാരണം അതൊക്കെ വേഗം വറുത്ത് കിട്ടും. 1-2 ഇളക്കിൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഇതാ പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആ ഒരു ഉണ്ട കഴിക്കുന്ന സമയത്ത് ഇതും കൂടി കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിൻ്റെ പകരം കപ്പലണ്ടി വേണമെങ്കിൽ അത് ചെറുതാക്കിയിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതാ പൊട്ടുകടലയും കൂടിയും ഒന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കോരിയെടുക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കേണ്ട ആ ചെറിയൊരു സമയം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അവിലും കൂടി ഒന്ന് വറുത്തെടുക്കുക. അവിൽ വറുത്തെടുക്കുന്നത് നമ്മൾ ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അതൊന്നും ഇങ്ങനെ തണുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വറുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മട്ടാവിൽ തന്നെ എടുക്കണം, വെള്ളാവിൽ എടുക്കരുത്. വെള്ളാവിലൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു ഇതിൽ കിട്ടില്ല. പിന്നെ ഗുണങ്ങളും ഈ ഒരു അവിലിനാണല്ലോ. അപ്പോൾ അതുമായിട്ടുണ്ട്. അതും കോരി എടുക്കുകയാണ്. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ ചട്ടി മാറ്റണമൊന്നുമില്ല. അതിലേക്ക് തന്നെയാണ് നമ്മൾ ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിക്കണത്. അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. നമുക്ക് കുറേ പാത്രങ്ങളൊക്കെ വലിച്ചിട്ടിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ തന്നെ കഴുകിയെടുക്കണമല്ലോ. അപ്പോൾ ഒരു പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ തന്നെ എല്ലാം ഉണ്ടാക്കാൻ നോക്കൂ കേട്ടോ. അപ്പോൾ അതാ ശർക്കരയൊക്കെ നന്നായി പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അവിലിട്ട് കൊടുക്കുക. ഇത് കുറേ അധികം ഒന്നും ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഇത് മക്കൾക്ക് 4 മണിക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയൊരു പലഹാരം കൂടിയാണ്. പിന്നെ എള്ള് ചേർക്കണതുകൊണ്ട് നമ്മുടെ മുടി കൊഴിച്ചിലും അങ്ങനെ കുറേ കാര്യങ്ങൾക്കും ഗുണങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ഗുണങ്ങളും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്നുള്ളത്. ഇനി ഇതിലേക്ക് കറുത്ത മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. മുന്തിരി വറുക്കണമൊന്നുമില്ല കേട്ടോ. മുന്തിരി നമ്മൾ കഴുകി വെച്ച് അതങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുരു ഇല്ലാത്ത മുന്തിരിയാണ് കേട്ടോ. കറുത്ത മുന്തിരി നമ്മൾ മേടിക്കുമ്പോൾ 2 തരം മുന്തിരി കിട്ടുമല്ലോ. കുരു ഉള്ളതും കിട്ടും, കുരു ഇല്ലാത്തതും കിട്ടും. ഏതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് മേടിച്ചിട്ട് ഇതിൽ കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ ഒരു പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ പൊടിക്കണമെന്നില്ല കേട്ടോ, അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറുത്ത എള്ള് കുറച്ചും കൂടി വേണമെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത്രയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്കിനി കർക്കിടകത്തിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കർക്കിടക മാസം നമുക്ക് ആരോഗ്യം സൗന്ദര്യമൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് കൂട്ടാം അല്ലേ. അപ്പോൾ നിങ്ങളും എന്നെപ്പോലെ കൂടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമുക്ക് ഈ കർക്കിടക മാസം ഒരുമിച്ച് അങ്ങോട്ട് സൗന്ദര്യം ആരോഗ്യം എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് കൂട്ടാം ഇൻഷാ അള്ളാ. ഇനി ഇതിലേക്ക് വെള്ള എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ദിവസം എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ നാളികേരം ഒന്ന് നന്നായിട്ട് വറുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ഒരാഴ്ചയൊക്കെ കേട് വരാതിരിക്കും.
അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് 1-2 ദിവസം നമ്മുടെ വീട്ടിലിരിക്കുള്ളൂ, അപ്പോഴത്തേനും തന്നെ കഴിയും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി കൂട്ടി യോജിപ്പിച്ചെടുക്കണം. ആ ശർക്കര ഒക്കെ ഇതിലേക്ക് നന്നായി പിടിച്ച് വന്നോട്ടെ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒഴിച്ച് കൊടുത്തോളൂ. അപ്പോൾ എനിക്കിവിടെ ഇഷ്ടമല്ല, അത് കാരണമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കാത്തത്. നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ നിങ്ങൾ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തോളൂ. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, നല്ല സിമ്മിലാക്കി വെക്കണം. 1-2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ശർക്കര ഉരുക്കണ സമയത്ത് കുറച്ചധികം വെള്ളത്തിൽ തന്നെ കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ അവിലൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവിലേക്ക് എല്ലാം കൂടി പിടിച്ച് വരുള്ളൂ. നമ്മൾ നല്ല കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചധികം ശർക്കര ഉരുക്കണ സമയത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മുടെ അവിലും വെള്ളവും ഒക്കെ വിളയിച്ചത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കതൊന്നും ഉണ്ടാക്കി പിടിക്കണം. ഉണ്ടയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഓരോ പാത്രത്തിലിട്ട് ഓരോ സ്പൂണും വെച്ചിട്ട് മക്കൾക്ക് കണ്ട് കൊടുത്താൽ മതി. അവരതുകൊണ്ട് കോരി കഴിച്ചോളും. ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ എന്തായാലും അവർ കഴിക്കും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് ഉരുളകളായിട്ട് പിടിക്കണം. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാൻ കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു, ഇക്കാടമുള്ള കല്യാണമായിരുന്നു. അപ്പോൾ കല്യാണ തിരക്കിൽ എന്തായാലും വീഡിയോ ഇടണ്ടേ, അപ്പോൾ ആ ഒരു തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതാവുമ്പോൾ നിങ്ങൾക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക, എൻ്റെ പണി എളുപ്പം കഴിയുകയും ചെയ്യും. അപ്പോൾ ഇത് അതുപോലെ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞല്ലോ കർക്കിടകത്തിൻ്റെ മരുന്നുകളായിട്ടാണ് ഇനി നമ്മൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് ഉണ്ടാക്കിയിരുന്ന മരുന്നുകളൊക്കെ ആയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ട് മുതലേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കി തരില്ലേ, ഇവിടെ വല്യമ്മയും ഉമ്മുമ്മ ഒക്കെ ഉണ്ടാക്കി തരുന്ന അതേ മരുന്നുകളായിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ഞാൻ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ തിരക്കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ മക്കൾക്കും കൂടി തുടക്കമാവണ്ടേ, അവർക്ക് അതൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ഉമ്മ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾക്ക് ഉലുവ പിഴിഞ്ഞൊന്നും തരില്ലേ, അത് കഴിച്ചാൽ എന്താ തണ്ടിൽ ഉറക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ നമ്മളെ മക്കൾക്കും ചില സാധനങ്ങളൊന്നും നമ്മൾ ഈ ചെറുപ്പത്തിൽ തന്നെ കഴിക്കാൻ കൊടുക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ എല്ലാതുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നമുക്ക് കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക. കുറേ അധികം ഒന്നും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ നമ്മൾ ഉണ്ട കാണാൻ ഭംഗിയുണ്ടല്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും. അപ്പോൾ ഇനി പൊട്ടുകടല ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് മാറ്റിയിട്ട് കപ്പലണ്ടിയാണ്, നിങ്ങൾക്ക് ഏത് നട്ട്സാണോ ഇഷ്ടം അതിട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാനിവിടെ പൊട്ടുകടല ഉള്ളതുകൊണ്ടാണ് അതിട്ട് കൊടുത്തത്. എനിക്ക് ആ ഒരു ഉണ്ട എടുത്ത് കഴിക്കണേക്കാട്ടി ഇഷ്ടം സ്പൂൺ വെച്ചിട്ട് ഇത് കോരി കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ അതാ 2 തരത്തിലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അവിലും എള്ളും എല്ലാം കൂടി വിളയിച്ചെടുത്തത്. പിന്നെ ആ കറുത്ത മുന്തിരിയും കൂടി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്, പിന്നെ ഗുണങ്ങളും കൂടുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.